ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. നിങ്ങൾ എന്നോട് സംസാരിച്ച വാക്കുകൾ യഹോവ കേട്ട് എന്നോട് കൽപ്പിച്ചത്. ഈ ജനം നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു. അവർ പറഞ്ഞതൊക്കെയും നല്ലത്. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പറഞ്ഞതും പറയാതെ പറഞ്ഞതും അവൻ കേൾക്കുന്നു എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. ഏറിയ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കുവാൻ ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ ആഹ്വാനം ചെയ്യുന്നു. കൊടുപ്രഭകളെ, ജീവനുള്ള ദൈവം കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ദൈവം സകലതും അറിയുന്നു എന്ന് മാത്രമല്ല, ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് പരമസത്യം. ഊമ വിഗ്രഹങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ കൈപ്പണിയായവയെക്കുറിച്ചും വചനം പറയുന്നു. അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കാത് ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, വായയുണ്ടെങ്കിലും മിണ്ടുന്നില്ല. എന്നാൽ സർവശക്തനായ ദൈവം അങ്ങനെയല്ല. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു. നമ്മുടെ ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നു എന്ന് അറിയുന്നതും അനുഭവിക്കുന്നതും പ്രിയരെ ഏറെ ഭാഗ്യകരമായ ഒരു അനുഭവമല്ലേ? ദൈവത്തോട് നാം പറഞ്ഞെങ്കിലേ അവൻ കേൾക്കുകയുള്ളോ? അല്ല. നാം പറയാതെ തന്നെ നമ്മെ അറിയുകയും നമ്മെ കേൾക്കുകയും ചെയ്യുന്ന ദൈവം, ഞാൻ അങ്ങനെയുള്ള ദൈവമാണ് എന്ന് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നാം ഉള്ളിൽ പറയുന്നതും തന്നെത്താൻ പറയുന്നതും മറ്റുള്ളവരോട് പറയുന്നതും ദൈവം കേൾക്കുന്നുണ്ട്. നാം മറ്റുള്ളവരോട് പറയുന്നത് മാത്രമല്ല, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്നതും നാം കേട്ടില്ലെങ്കിലും ദൈവം അതും കേൾക്കുന്നുണ്ട് എന്നുള്ളത് പ്രിയരെ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നില്ലേ? ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ദൈവം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം എന്താ മറുപടി തരാത്തത്? എൻ്റെ മേൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നിറവേറാത്തത് എന്താണ്? ഈ വേദനകൾ തീരാത്തതെന്താ? ഈ രോഗം മാറാത്തതെന്താണ്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മിൽ പലരും പലപ്പോഴും ഉയർത്താറുണ്ട്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ഈ നിമിഷങ്ങൾക്ക് തൊട്ട് മുൻപിലുള്ള നിമിഷങ്ങളിൽ പോലും പ്രിയരെ, നിങ്ങളിൽ പലരെങ്കിലും ചിലരെങ്കിലും അപ്രകാരമൊക്കെ ആത്മഗതം ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ അവനെ ശ്രദ്ധിക്കണമെന്നും ദൈവത്തെ കേൾക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. നമ്മോട് സംസാരിക്കുന്നത് വരെ നാം അവന്റെ ശബ്ദത്തിനായി ക്ഷമയോടെ കാത്തിരിക്കണം. തന്നെയുമല്ല പ്രിയരെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായി, നിങ്ങളെ മൂർച്ചയുള്ള ഒരു ആയുധമായി, ഭംഗിയുള്ള ഒരു പാത്രമായി ഒക്കെ പണിതെടുക്കുവാനായി പലപ്പോഴും ദൈവം തന്നെ മൗനം കൊണ്ട് നിങ്ങളെ പരിശോധിച്ചേക്കാം. നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവവുമായി ബന്ധം പുലർത്തുവാനും കൂട്ടായ്മ ആചരിക്കുവാനുമാണ് എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തുന്നു. അത് നിങ്ങൾ തിരിച്ചറിയണം. പ്രിയരെ, ഈ സമയം ദൈവം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ നിലവിളി, നിങ്ങൾക്ക് വേണ്ടിയുള്ള നിലവിളി അവൻ കേൾക്കുന്നു, പ്രവർത്തിക്കുന്നുമുണ്ട്. ഹാബേലിന്റെ രക്തം തന്നോട് നിലവിളിക്കുന്നത് ദൈവം കേട്ടു എന്ന് വചനം വ്യക്തമാക്കുന്നു. ദൈവം എന്ത് കാണുന്നുവോ അത് കേൾക്കുന്നുമുണ്ട്. ദൈവം എന്ത് കേൾക്കുന്നുവോ അത് കാണുന്നുമുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക. തന്നെയുമല്ല, നാം എന്ത് കാണുന്നു എന്നും കേൾക്കുന്നു എന്നും ദൈവം ശ്രദ്ധിക്കുന്നു എന്നും നാം തിരിച്ചറിയണം. നാം കേൾക്കുന്നത് ദൈവം കാണുന്നു. നാം ചോദിക്കുന്നതിന് മുന്നമേ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തുനിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 21 നമ്മൾ വായിക്കുന്നത്. ദാഹം കൊണ്ട് വലഞ്ഞുപോയ ബാലന്റെ കരച്ചിൽ ദൈവം ശ്രദ്ധിച്ച് അതിനവന്റെ അമ്മയ്ക്ക് മറുപടി കൊടുക്കുന്നു. നാം കരയുന്നത്, നാം പിറുപിറുക്കുന്നതൊക്കെ പ്രിയരെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്.
ദൈവം മോശയോട് സംസാരിക്കുകയും തൻ്റെ ജനം അനുസരിക്കുവാൻ എഴുതി കൊടുത്ത കൽപ്പനകളെക്കുറിച്ച് മോശ ജനത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ജനത്തിന് ദൈവഭയം ഉണ്ടാകുകയും ഞങ്ങൾ എന്തിനു മരിക്കുന്നു, ഞങ്ങൾ ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്തു കൊള്ളാം. നമ്മുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്യുന്നതൊക്കെയും ഞങ്ങളോട് പറയുക, ഞങ്ങൾ കേട്ട് അനുസരിച്ചു കൊള്ളാമെന്നാണ് ജനം മോശയോട് പ്രതികരിച്ചത്. മോശയോട് ജനം ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് ദൈവം ശ്രദ്ധിച്ചു കേട്ടു. അതിന് ദൈവം മോശയോട് പറഞ്ഞത്, ഈ ജനം ഇപ്പോൾ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു, അവർ പറഞ്ഞതൊക്കെയും നല്ലത്, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ്. അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്ന് എന്നുമാണ് ദൈവം അവരുടെ വാക്കിനോട് പ്രതികരിച്ചത്. പ്രിയർ, ഇതിൽ നിന്ന് ഒരു കാര്യം നാം മനസ്സിലാക്കുക. നാം ദൈവവചന കേൾവിക്ക് പ്രതികരണം ഉയർത്തുന്നതും അതിനെക്കുറിച്ച് അന്യോന്യം സംസാരിക്കുന്നതും ദൈവവചന കേൾവിയെ, ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെ നാം എതിർക്കുന്നതോ അംഗീകരിക്കുന്നതോ ഒക്കെ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്, കർത്താവ് കേൾക്കുന്നുണ്ട്, കർത്താവ് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ദൈവം നമ്മോടുള്ള ബന്ധത്തിൽ പ്രതികരിക്കുന്നുമുണ്ട് എന്നറിഞ്ഞ് ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് നന്ദി അർപ്പിച്ച് ജീവിക്കുക. നാം അവനെക്കുറിച്ച് തമ്മിൽ സംസാരിക്കുമ്പോൾ ദൈവം കേട്ട് നമുക്കൊരു നാൾ പ്രതിഫലം തരേണ്ടതിന് അതിൻ്റെ രേഖ ദൈവം എഴുതി സൂക്ഷിക്കുന്നു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നുവെന്ന് മലാഖിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. നാം ദൈവത്തിന് കേൾക്കാൻ വേണ്ടി ഉറക്കെ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിലെ കരച്ചിൽ അവൻ കാണുകയും നമ്മുടെ നെടുവീർപ്പുകളായ വാക്കുകൾ അവൻ കേൾക്കുകയും ചെയ്യുന്നു. ദൈവം കേൾക്കരുത് എന്ന് വെച്ച് നാം സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും അവന് കേൾക്കാനും കാണാനും കഴിയുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുന്നു. അതുകൊണ്ട് കൂടപ്പുറപ്പുകളെ, നാം എത്ര ഭയത്തോടും വിറയലോടും കൂടെ ജീവിക്കേണ്ടവരാണ്. ദൈവം പറയുമോ? നമ്മുടെ ചിന്ത, നാം പറഞ്ഞത്, നാം പ്രതികരിച്ചത് നല്ലത് എന്ന് ദൈവം നമ്മളെക്കുറിച്ച് പറയുമോ? ദൈവഭയത്തോടും ദൈവാശ്രയത്തോടും കൂടെ ജീവിക്കുവാൻ ഇന്ന് പകലെന്നല്ല, ജീവിതാവസാനം വരെ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയായിത്തീരണം. അതിനുവേണ്ടി നാം സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം കേട്ട് ഭയപ്പെടുകയും ചെയ്യേണ്ടത് ഏറെ ആവശ്യം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനത്തിൻ്റെ നിത്യമായ സത്യങ്ങൾ ഞങ്ങളെ കേട്ട് ഗ്രഹിക്കുവാൻ ഇടയാക്കിയല്ലോ. കർത്താവേ, അങ്ങ് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങ് ഞങ്ങളെ കാണുന്നു, കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നു എന്ന തിരുവചനത്തിൽ ഞങ്ങൾക്ക് നല്ല ബോധ്യം തന്നതിനായി സ്തോത്രം. അതിൻ്റെ വെളിച്ചത്തിൽ ഭയത്തോടെ ഞങ്ങളുടെ പ്രവാസകാലം കഴിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ദൈവഹിതപ്രകാരമുള്ള ചില വിടുതലുകളും സൗഖ്യങ്ങളും മറുപടികൾ ഇന്ന് പകലിൽ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഇന്ന് പകലിൽ കൽപ്പിച്ചയക്കണേ കർത്താവേ. പ്രാർത്ഥന കേൾക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് അധികം ശ്രദ്ധയോടെ ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.